എത്ര പത്തിരി വേണമെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിന് റമദാനൊക്കെ അല്ലേ വരുന്നത്, നല്ല സോഫ്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം അതേ പത്തിരി, സോഫ്റ്റ് പത്തിരി നമുക്കത് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള അതിൻ്റെ ഒരു ട്രിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ അറിയില്ലാത്ത എല്ലാ കുട്ടികളും അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഒന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോ, എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ എടുത്തേക്കുന്ന ഈ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പൊടിയുടെ ആ ഒരു കറക്റ്റ് അളവ് അതും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റ് ഒറ്റ കോമളയായിട്ട് പൊന്തി വരാനായിട്ടും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആവാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നന്നായിട്ടൊന്ന് തിള വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിയുമ്പം തീ സിമ്മിലിടുക, ഓഫ് ചെയ്യരുത്. ഓഫ് ചെയ്യാതെ ഞാനിപ്പോൾ 2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടുന്ന പൊടിയുടെ ഡബിൾ ആയിട്ടുള്ളതിൻ്റെ വെള്ളം എടുത്തൊഴിക്കുക. ഇതുപോലെ ഫുള്ളൊന്ന് നമ്മളൊന്ന് ചുറ്റിച്ച് നമ്മൾ പൊടിയിടുക. ഒറ്റ സൈഡിൽ നമ്മൾ ഇതുപോലെ പൊടിയിട്ട് കഴിയുമ്പം കട്ടയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചുറ്റിച്ചിട്ടിട്ട് നമുക്കത് ഇതുപോലെ തവിയുടെ ഒരു ബാക്കുവന്തിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കിണ്ടി ഇളക്കി കൊടുക്കാം കേട്ടോ. തീ ഓഫ് ചെയ്യാതെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഫുള്ളൊന്ന് കിണ്ടിയിട്ട് കൊടുക്കുക. ഇതുപോലെ ഫുള്ളൊന്ന് കിണ്ടിയിട്ട് കൊടുത്തു കഴിയുമ്പം തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് കേട്ടോ. പൊടി ശരിക്കും ആ ഒരു വെള്ളത്തിൽ കിടന്ന് വെന്ത് വരണം. അങ്ങനെ വെന്ത് വന്നാലാണ് കേട്ടോ നമ്മുടെ പത്തിരി സോഫ്റ്റ് ആവാനായിട്ടും ഒറ്റ കോമളായിട്ടും വരത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ഈ കിള്ളിയിട്ടേക്കുന്നത് സാധാരണ ഉമ്മമാരൊക്കെ താലത്തിലേക്ക് നമ്മളൊരു ഇതുപോലുള്ള വിരിവുള്ള ഒരു മുറത്തിലേക്കൊക്കെ കൊട്ടിയിട്ട് നമ്മളത് കൈ കൊണ്ടാണല്ലോ സാധാരണ അതൊന്ന് കുഴച്ച് കൊടുക്കണേ. ഭയങ്കര ചൂടാണല്ലോ, കൈ പൊള്ളും. അപ്പോൾ കൈ പൊള്ളാതെ നമുക്കത് കുഴച്ച് കൊടുക്കാനുള്ള ഒരു ട്രിക്ക് കാണിച്ചു തരാം. നമ്മുടെയൊക്കെ വീട്ടിൽ ഉള്ള നേരത്തൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ സപ്ലൈക്കോന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ചാക്കുണ്ടല്ലോ, തുണിച്ചാക്ക്, ഈ തോർത്തിൻ്റെയൊക്കെ ഒരു തുണി പോലെ വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ തുണിച്ചാക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഒരെണ്ണെടുത്ത് കഴുകിയെടുത്ത് വൃത്തിയാക്കിയെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ റംസാനിൽ നമുക്ക് 30 ദിവസവും പത്തിരി ഉണ്ടാക്കാനായിട്ട് ഒട്ടും പാടില്ല, കുഴച്ചെടുക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടു നോക്കിക്കോട്ടെ. എന്തായാലും ആ വീഡിയോ കാണാത്ത ആളുകളാണെങ്കിൽ എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് ഒരു ചാക്കിലേക്ക് ഒന്ന് കൊട്ടിയെടുക്കാം കേട്ടോ. ഇനി നമ്മളിതാ ഇതുപോലെ ഒന്ന് ചാക്കൊന്ന് കൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ അങ്ങ് തിരുമ്മുക. അപ്പോൾ നല്ല തിളച്ച പൊടിയാണ് ഇട്ടേക്കുന്നത്, നിങ്ങൾ കണ്ടല്ലോ, നല്ല ആവി പറക്കണ പൊടിയായിരുന്നു. ഒട്ടും കൈ പൊള്ളിക്കാതെ തന്നെ നല്ല ചൂടനോടെ തന്നെ നമ്മളിതാ ഈ ഒരു തുണിയുടെ മുകളിൽ വെച്ച് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈ പൊള്ളത്തുമില്ല. പത്തിരി നല്ല നമുക്ക് കുഴച്ച് കിട്ടുന്ന ആ ഒരു നമ്മൾ ആ ഒരു പൊടി ഉണ്ടല്ലോ, ആ വാട്ടിയ പൊടി നല്ല സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ കൈ പൊള്ളാതെ തന്നെ നമുക്കത് കുഴച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഇനി ഉണ്ട ഉരുട്ടി എടുക്കണേണ്ടത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ട ഉരുട്ടി എടുക്കണേണ്ടത് കാണിച്ചു തരാം. നമ്മളിതാ ഇതുപോലെ എടുത്ത ഈ ഒരു തുണിച്ചാക്ക് ഇനി അത് കഴുകൽ ബുദ്ധിമുട്ടാണെന്ന് ഓർക്കണ്ട കേട്ടോ. ഇപ്പം തന്നെ അത് നിങ്ങളത് വെള്ളത്തിലേക്ക് ഇട്ടോട്ടോ. നിങ്ങൾ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് കുതിർന്ന് കിട്ടും. കുതിർന്നിട്ട് കഴിയുമ്പം നമുക്ക് ഈ തുണി ഒന്ന് കൈ കൊണ്ടൊന്ന് അലമ്പി പിഴിഞ്ഞെടുത്താൽ മാത്രം മതി കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ പോയി കിട്ടും. ഇനി ഇത് അലക്കാനായിട്ട് പാടാമെന്നോ ആരും ഓർക്കണ്ട, വളരെ സിമ്പിളാണ്. അതൊന്ന് കൈ കൊണ്ടൊന്ന് അലമ്പെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് അതുപോലെ ബോൾസ് ആക്കാനുള്ള എൻ്റെ ട്രിക്ക് കാണിച്ചു തരാം. നമ്മൾ റമദാനിലൊക്കെ കുട്ടികളെ ബോളാക്കാനായിട്ടും പത്തിരി ഒന്ന് പൊടി തട്ടാനൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ പിള്ളേർ പോയി പണിയാക്കാൻ പറയുമല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് ഒരു കുട്ടികളെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ബോൾസ് ആക്കി എടുക്കാനുള്ള ഒരു ട്രിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഉമ്മമാരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് ബോൾസ് ആക്കി എടുക്കാം. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കത് ബോൾസ് ആക്കി എടുക്കാനുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് ഒന്നുകൂടെ കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്കത് ഉരുട്ടിയെടുക്കാനായിട്ട് എളുപ്പത്തിന്. അപ്പോൾ ഇതുപോലെ ഒരു 2-3 സെക്ഷനായിട്ട് ഇതുപോലെ കുറച്ച് ഇതിപ്പോൾ ഒരു 50 പത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 50 പത്തിരി അരമണിക്കൂർ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇതുപോലെ ഇത്തിരി വെള്ളം ഒഴിച്ച് നമ്മൾ കയ്യിൽ എണ്ണ ഒഴിക്കാൻ മറന്നു വരുന്നത് കേട്ടോ. കയ്യിൽ എണ്ണ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ എടുക്കുന്ന നമ്മുടെ കയ്യിലൊക്കെ ആകെ ഒട്ടുപിടിക്കും. അപ്പോൾ ഒട്ടുപിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ കുറേശ്ശായിട്ട് ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു 4 ബോൾസും നമുക്ക് ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബോൾസ് എടുക്കാനായിട്ട് വളരെ സിമ്പിൾ എളുപ്പമാണ് കേട്ടോ. ഇതിങ്ങനെ ഈ നീളത്തിലാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഫുള്ള് ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഉമ്മാലും കൂടെ ഒന്ന് ഷെയർ ചെയ്തിരിക്കട്ടോ. എന്നാൽ റമദാനിൽ എന്തായാലും ഒരുപാട് പാടുവിട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് റിസ്ക് എടുക്കുന്ന ഉമ്മാർക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ നീളത്തിൽ ഒന്നാക്കി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബോൾസ് ആക്കി എടുക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കത്തി എടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒരു കറക്റ്റ് അളവ്, നമുക്ക് പത്തിരിയുടെ വലിപ്പം എന്തോരാണ്, ചെറുതാണ് അതുപോലെ വലിയ പത്തിരിയാണെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആ ഒരു ബോൾസ് ആക്കാനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് അളവ് നോക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ബോൾസ് ആക്കി എടുക്കാം. ഇനി ബോൾസ് ആക്കാനായിട്ട് പിള്ളേരെ ആരെയും വിളിക്കാനും പോകണ്ട. നമുക്ക് തന്നെ പറഞ്ഞ നേരം കൊണ്ട് അങ്ങോട്ട് 5 മിനിറ്റ് പോലും വേണ്ട. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇത്തിരി കയ്യിൽ എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഇട്ടാൽ ഫുള്ള് അത് ബോൾസ് ആക്കി എടുക്കാൻ
തട്ടിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ കുഴക്കണേൻ്റെ ഇത് ഒരു ട്രിക്ക് കാണിച്ചു തന്നു, എളുപ്പത്തിൽ കുഴക്കാനുള്ള ഇത് ബോൾസ് ആക്കാനുള്ള ഒരു ട്രിക്കും കാണിച്ചു തന്നു അല്ലേ. ഇനിയിപ്പോൾ പൊടി തട്ടാനുള്ള എൻ്റെ ഒരു പാടുണ്ടല്ലേ. നമ്മൾ കുട്ടികളെ പൊടി തട്ടാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഒരു പിന്നെ അവിടെ കുറച്ച് നേരം കേട്ടേന്ന് പറയുമല്ലേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അതായത് ഇതുപോലെ ഒരു ചെറിയൊരു സാരിയുടെ ഒരു കഷ്ണോ അതല്ലെങ്കിൽ ഒരു ഷോളിൻ്റെ കഷ്ണോ അത് അങ്ങനെ എന്തെങ്കിലും ഒരു കോട്ടൺ തുണിയുടെ ഒരു കട്ടി കുറഞ്ഞ കോട്ടൺ തുണിയുടെ കഷ്ണം ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തോട്ടോ. ഷിഫോണിൻ്റെ തുണി ഷോളിൻ്റെ ഒക്കെ കഷ്ണങ്ങളാണെങ്കിൽ ഒന്ന് ഡബിളായിട്ടൊന്ന് മടക്കിയിടാം കേട്ടോ. ഇനി പൊടി തട്ടാനുള്ള എൻ്റെ എളുപ്പത്തിന് നമുക്ക് ഇതുപോലെ ഒന്ന് ഷോള് ഒന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി ഒന്ന് കിഴി കെട്ടിയെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് കിഴി കെട്ടിയെടുത്തിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുകയാണെങ്കിൽ നമ്മളിത് കയ്യിലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പൊടി തട്ടി 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 അത് പാടല്ലേ, പകുതി കീറിപ്പോവും. അപ്പോൾ അതിലും എളുപ്പം നമുക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്തിരി നമുക്കത് പൊടി തട്ടിയെടുക്കാനായിട്ട് ഈസിയാണ് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഫസ്റ്റിലെ തന്നെ ഇത്തിരി പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് പത്തിരി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഇതുപോലെ പൊടി ഒന്ന് കുത്തി കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് അടുത്ത പത്തിരി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ കുത്തി നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ ഓരോ പത്തിരിയും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ആ പത്തിരിയുടെ ഒരു പൊടി തട്ടുന്നതിൻ്റെ പണി എളുപ്പമായി കിട്ടും കേട്ടോ. ഈ പൊടി തട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കത്തി പിടിക്കാതിരിക്കാനായിട്ട് എളുപ്പത്തിനാണെങ്കിലും അതല്ല നമുക്കത് പരത്തിയല്ല ചുട്ടെടുക്കാനായിട്ടുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ പൊടി തട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ പൊടി തട്ടിയെടുക്കുന്നത് എന്തിനാന്ന് നമ്മൾ മുസ്ലിംസ് അല്ലാത്ത ആളുകൾക്ക് ഒരു കറക്റ്റ് വ്യക്തമല്ല ആവില്ല, അതുകൊണ്ടാണ് കേട്ടോ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് അത് പെട്ടെന്ന് അത് ചുട്ടെടുക്കാം കേട്ടോ. ചുട്ടില്ല പരത്തി ഇത് നമുക്ക് പൊടി തട്ടിയെടുക്കാം. അപ്പോൾ അതായത് കണ്ടില്ല 50 പത്തിരികളും പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ പൊടി തട്ടി പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റമദാനിലൊക്കെ നമ്മുടെ പാവ ഉമ്മമാർക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. കാരണം പിള്ളേരൊക്കെ ഒന്ന് പത്തിരി ഒന്ന് പരത്താനോ അല്ല പൊടി തട്ടാനൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ആരും തന്നെ വരത്തില്ല, അല്ല പിന്നെ ആവട്ടെ എന്തൊന്നിരിക്കും. അപ്പം നമ്മൾ ഈ പാട് വിട്ട് തന്നെ ചെയ്ത് ഒരു പത്തിരിയൊക്കെ പരത്തിയിരിക്കുന്ന ഉമ്മമാരെന്തായാലും ഈ ഒരു ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ കുട്ടികൾ ആരും വിളിച്ചിട്ട് വന്നില്ലെങ്കിലും ഇതുപോലെ നിങ്ങളത് പത്തിരി പരത്തി കുഴച്ച് ഇതുപോലെയൊക്കെ ബോൾസൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ചുട്ടെടുത്തോട്ടോ. നല്ല ഒറ്റ കുമളയിൽ തന്നെ നമുക്ക് പത്തിരി കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ പത്തിരി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇപ്പുറത്തേക്ക് തിരിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒറ്റ കോമളയായിട്ട് വരും കേട്ടോ. നല്ല സോഫ്റ്റ് പത്തിരിയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ നല്ല അടിപൊളി പത്തിരി കിട്ടും. അപ്പം പത്തിരി ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ പത്തിരി ചുട്ടിടാൻ നേരത്തെ ഇതുപോലെ വിരിവുള്ള ഒരു താലത്തിൻ്റെ ഒക്കെ അടപ്പം എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് എടുത്ത് ഇങ്ങനെ ചുട്ടിടാം കേട്ടോ. കാരണം ഈ വിരിവ് കുറഞ്ഞ ഒരു പാത്രത്തിലേക്കാണ് നമ്മളത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് ബാലൻസൊക്കെ ഇരുന്ന് രാവിലത്തേക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ചുട്ടെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ കാസറോളിലേക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് പത്തിരിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും അച്ഛന്മാരൊക്കെയും എല്ലാ ഉമ്മമാരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ. എനിക്ക് റമദാൻ വന്നെ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ ഉമ്മമാർക്ക് മാത്രമല്ല കേട്ടോ, ചേച്ചിമാർക്കൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതുപോലെ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ. ബൈ.